എനിക്ക് മൊത്തം ചിലവായത് 17.26 ആണ്. അതായത് 17.26 പൗണ്ട്. നാട്ടിലൊരു 1800 രൂപ, 1800 രൂപ വരും. ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പം ആ കാണുന്ന കേട്ടില്ലേ, അപ്പോൾ അതാണ് ഞങ്ങളെ ഒരു ചെറിയൊരു മിനി ടൗണാണ്. അപ്പോൾ ആ നേരെ കാണുന്നത് സബ്വേ ആണ്. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ആൽദി ഉള്ളത്. നമുക്ക് ഇവിടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടെ ഒരു സിഗ്നലുണ്ട്, സിഗ്നലിൽ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് വേണം പോകാൻ. ഇവിടെ ഇങ്ങനെ സിഗ്നൽ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമല്ലേ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ഇവിടെ ഗ്രീൻ സിഗ്നൽ ആകുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഗ്രീൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രീനായി നമുക്ക് ക്രോസ് ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റ് 10 മണിയായി സമയം. ഞാനിപ്പോൾ കടയിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ നോക്കിയ സമയത്ത് സാധനങ്ങളൊന്നുമില്ല. അപ്പം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ചാണ് മേടിക്കാറ്. അപ്പം എല്ലാം തീർന്നു. അപ്പം ഞാൻ ആൽദിയിലേക്ക് പോവാണ്. സാധാരണ ഞാൻ ആൽദി അല്ലെങ്കിൽ മോറിസൺ ഈ 2 ഷോപ്പിംഗ് സെൻറ്ററിലാണ് പോവാറ്. ഇപ്പം നിന്ന് പോകുന്നത് ആൽദിയിലേക്കാണ്. അപ്പോൾ ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അതുപോലെ എന്തൊക്കെയാണ് വാങ്ങാറ്, അതാണ് ഇന്നത്തെ വ്ളോഗിലുണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കാം. അപ്പോൾ ഇവിടെ KFC ഉണ്ട്, അതുപോലെ സബ്വേ ഉണ്ട്. സബ്വേ അപ്പുറത്ത് പൗണ്ട്ലാൻഡ്, അങ്ങനെ കുറച്ച് ഷോപ്പിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു ട്രോളി എടുക്കാം. ഇത് മതിയാവും. രാവിലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്, നല്ല തിരക്കാട്ടോ. ഷേക്കൊക്കെ അടിക്കാനായിട്ട് പഴം വേണം. അപ്പോൾ പഴം എടുക്കാം. പഴുത്തിട്ടില്ലല്ലോ, ഏകദേശം പഴുത്ത പഴം നോക്കിയെടുക്കാം. ചിലപ്പം 2 എടുക്കേണ്ടി വരും. അത് പഴുക്കാത്തതും എടുക്കാം. ഇതാണ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ നമുക്ക് അവക്കാഡോ എടുക്കാം. അവക്കാഡോ ഉണ്ട്, പഴുത്തിട്ടുണ്ടോ അറിയില്ല. പഴുത്തതുണ്ട്. പഴുത്തതുണ്ട്. ഇത് റൈസൊക്കെ ഉള്ള സെക്ഷനാണ്. അപ്പം ഒരു ബസ്മതി റൈസ് എടുക്കാം. നമുക്ക് എത്ര യൂസ് ചെയ്താലും വീണ്ടും ആവശ്യം വരുന്ന സാധനമാണ് പാല്. ഒരാഴ്ചത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല. പാല് വീണ്ടും വന്ന് മേടിക്കാറുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഒരാഴ്ചയൊക്കെ നിൽക്കും. അപ്പം എത്ര സാധനങ്ങൾ നമ്മൾ എടുത്തത്, ഇനി സാധനങ്ങൾ എടുക്കാറുണ്ട്. പാലെന്തായാലും തീരും ഗായ്സ്, തിരിച്ചു വരണം. ഫിഷ് അങ്ങനെ ഫില്ലറ്റ്സ് ആയിട്ട് അങ്ങനെ പാക്ക് ചെയ്തിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിഷ്, ഇത് നമ്മളെ മാക്രൽ അയിലാണ്. അപ്പോൾ സ്കിൻലെസ് ആൻഡ് ബോൺലെസ്. ഇതെടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതെടുക്കാം. ഇത് ഫുള്ള് ചീസിൻ്റെ ഏരിയ കേട്ടോ. നമ്മളിതിൻ്റെ ചീസ് അങ്ങനെ മേടിക്കാറില്ല. പിന്നെ നമ്മളെ മെയിൻ സാധനം നട്ട്സ് ആൻഡ് ഡേറ്റ്സ് ഒക്കെ ആണ്. ഡേറ്റ്സ് കാണുന്നില്ലല്ലോ. നട്ട്സ് ഉണ്ട്. മിക്സഡ് നട്ട്സ് ഒന്ന് എടുക്കാം. മിക്സഡ് നട്ട്സ്. പിന്നെ ഡേറ്റ്സ് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ഡേറ്റ്സ് കാണുന്നില്ല. ഞങ്ങളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന സാധനം, അതായത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം എഗ്ഗ്, പിന്നെ ചിക്കന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ വീട്ടിൽ ചിലവാകുന്ന സാധനമാണ് എഗ്ഗ്. ഇപ്പോൾ ഇവിടുന്ന് പൊതുവേ ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും എടുത്തുകൊണ്ടുവന്ന് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ വാങ്ങുന്ന ഒരു 15 എണ്ണത്തിൻ്റെ
എഗ്ഗാണ്. 15 എണ്ണം പെട്ടിയിലായത് വരും. അപ്പോൾ നമ്മൾ ആരോമലിനും ഒന്ന് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോമലിനും കൂടി ഒന്ന് എടുക്കാം. ഇതെല്ലാം കൂടി എൻ്റെ കവറിൽ കൊള്ളും. ഞാൻ കവറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അതിൽ കൊള്ളും തോന്നുന്നില്ല. പിന്നെ റാപ്സ് അതിങ്ങനെ മേടിക്കാറ്, പ്രോട്ടീനുള്ള റാപ്പാണ്. അപ്പം ഇതാകുമ്പോൾ ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപാടി ചെയ്യും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ ഈസിയാണ്. അപ്പോൾ നമ്മളെ കൊട്ട നിറഞ്ഞിട്ട് ഏകദേശം. അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ച് നമ്മൾ തിരിച്ചു പോകുന്നത്. ഒരു ബാഗ് നിറച്ച സാധനങ്ങളുണ്ട്. ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ തീരും, അപ്പോൾ നമ്മൾ വീണ്ടും പോയി വാങ്ങും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരാഴ്ച നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അവിടുത്തെ ബില്ല് കാണിച്ചു തരാം. അവിടുത്തെ ബില്ലിംഗ് ഒക്കെ സെൽഫ് പേയ്മെൻ്റ് ആണ്. എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ നല്ല തിരക്കാണ്. അപ്പം നമ്മൾ തന്നെ സ്കാൻ ചെയ്ത് ബില്ല് ചെയ്യുക, ബാഗിലിടുക, എടുത്ത് പോരുക, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ബില്ല്. അപ്പം എനിക്ക് മൊത്തം ചിലവായത് 17.26 ആണ്. അതായത് 17.26 പൗണ്ട്. നാട്ടിലൊരു 1800 രൂപ, 1800 രൂപ വരും. പൊതുവെ അത്ര ചിലവില്ലാത്തൊരു ഏരിയ ആണ്. മീൻസ് ഞങ്ങളധികം റെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ലണ്ടനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചീപ്പാണ് ഞങ്ങളുടെ ഏരിയ. അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഫാമിലിയൊക്കെ ആയിട്ടും ഒക്കെ സെറ്റിൽ ആവാനും അതുപോലെ ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കാനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. This is Dalo Mallu signing off. See you guys.